പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസക്കാലം കൂടി ഒരുക്കി തന്ന ഈശോയ്ക്ക് മഹത്വവും സ്തുതിയും. കർത്താവ് ഒരു ദിവസക്കാലം കൂടി എനിക്ക് തിരുവചനം പറയാനുള്ള കൃപ ഒരുക്കി തന്നത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തിരുവചനം മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനും അവരനുഗ്രഹിക്കപ്പെടുവാനും, നിങ്ങൾ തിരുവചനം അവരെ പറഞ്ഞു കേൾപ്പിക്കാനും, അവരുടെ വിഷമഘട്ടങ്ങളിൽ ഈ തിരുവചനത്തിലൂടെ അവർ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം. നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ആമേൻ. കർത്താവ് ഇവിടെ പറയാണ്, നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യത്തിന് ടെൻഷൻ അടിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് നമ്മൾ സംസാരിക്കണം. കർത്താവ് നമ്മളുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും എന്താവശ്യങ്ങളും അവിടുന്ന് നടത്തി തരും. കർത്താവിന് അറിയാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് ദൈവം നമുക്ക് പ്രതിസന്ധികൾ തരുന്നത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനുള്ളതാണ്. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പതറുകയല്ല വേണ്ടത്. ദൈവത്തിരുസന്നിധി, ദൈവമേ നീ പ്രതിസന്ധി തന്നത് വളരെയധികം നന്നായി, കർത്താവിനെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ലഭിച്ചുവല്ലോ എന്ന് ദൈവത്തോട് പറഞ്ഞ് നാം കൂടുതൽ അടുക്കണം. നല്ലൊരു ദിവസം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.